വെൽക്കം ടു ഓൾ. A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഇക്കണോമിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യലബ്ധിക്കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 മുതൽ 1990 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 1-2 ടേം കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഉൽപ്പാദന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപ്പാദന ഉപാധികൾ എന്ന് വെച്ചാൽ 4 ടൈപ്പ് ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടകൻ. ഏതൊരു ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നമുക്ക് ഈ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഉൽപ്പാദനം നടത്താനായിട്ട് സാധിക്കുക. ഉദാഹരണത്തിന് ഒരു ഷൂ ഉണ്ടാക്കുന്ന ഫാക്ടറി. ആ ഷൂ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വസ്തുക്കൾ വേണം, അല്ലേ? അവിടെ ഒരു ഫാക്ടറി വേണം. ഫാക്ടറി നിൽക്കാനായിട്ട് ഭൂമി വേണം, ഫാക്ടറി കെട്ടിടങ്ങൾ വേണം, അതുപോലെ തന്നെ അവിടെ മെഷീൻസ് വേണം, അതേപോലെ ഇലക്ട്രിസിറ്റി വേണം, ലേബേഴ്സ് വേണം, റോ മെറ്റീരിയൽ വേണം, അല്ല അസംസ്കൃത വസ്തുക്കൾ വേണം. ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ് ബാഗെങ്കിൽ പ്ലാസ്റ്റിക് വേണം, ലെതറാണെങ്കിൽ ലെതർ വേണം, അങ്ങനെ റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ആ നിൽക്കുന്ന ഭൂമിയും കെട്ടിടത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്നത്. ദെൻ മെഷീൻസ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലേബേഴ്സ്, അത് നമുക്ക് ഈ മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള തൊഴിലാളികൾ, അതാണ് ലേബേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഓർഗനൈസർ, ഇതെല്ലാത്തിനെയും ഈ 3 ഫാക്ടേഴ്സിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഓർഗനൈസർ, സംഘാടകൻ ആവശ്യമാണ്, അതാണ് ഓർഗനൈസർ. അപ്പോൾ ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കൂടിയാലാണ് ഷൂ എന്നുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഉപയോഗിക്കുമ്പോൾ അതിന് റെമ്യൂണറേഷൻ, അതിന് പ്രതിഫലം ലഭിച്ചാൽ മാത്രമാണ് അത് ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പട്ടം, അതുപോലെ തന്നെ തൊഴിലാളിക്ക് ലഭിക്കുന്നതാണ് വേതനം, അതുപോലെ മൂലധനത്തിന് ലഭിക്കുന്നതാണ് പലിശ, സംഘാടകന് ലഭിക്കുന്നതാണ് ലാഭം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എങ്കിൽ കൂടിയും എന്താണ് 3 സമ്പദ് വ്യവസ്ഥകൾ എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ, സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഉൽപ്പാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ നിയന്ത്രണം സ്വകാര്യ വ്യക്തികളിലായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് ലാഭമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവായിരിക്കും പരമാധികാരി. വില സംവിധാനമാണ് അവിടെ പ്രശ്നങ്ങളെ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഏതൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ അടുത്ത വർഷം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ആരാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വില സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഉൽപ്പാദനോപാധികളുടെയും ഉടമസ്ഥാവകാശം ആരിലാണ്? ഗവൺമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ സ്റ്റേറ്റാണ് ഇത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കമാൻഡ് ഇക്കോണമി എന്നും അറിയപ്പെടുന്നു, സോഷ്യലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകത നമുക്കറിയാം. എല്ലാവർക്കും ഒരേപോലെ തുല്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യലിസം നല്ലതാണെങ്കിൽ കൂടിയും തനി സോഷ്യലിസം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരെല്ലാവരും മടിയന്മാരായതിന്. കാരണം നമുക്കറിയാൻ പറ്റും, ഒരാൾ
ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും അയാൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടും എങ്കിൽ ഒരാളും ജോലി ചെയ്യാനായിട്ട് തയ്യാറാവില്ല. ജോലി ചെയ്യുന്നവനും ജോലി ചെയ്യാത്തവനും ഒരേപോലെയാണ് അവസ്ഥ എങ്കിൽ, ഒരേപോലെയാണ് സൗകര്യങ്ങൾ കിട്ടുന്നതെങ്കിൽ ഒരാളും ജോലി ചെയ്യാൻ തയ്യാറാവില്ല. ഇപ്പം നിങ്ങൾ തന്നെ മാർക്ക് കിട്ടുന്നത് കൊണ്ടാണ് പഠിക്കുന്നത് അല്ലേ? പഠിക്കുന്നവനും പഠിക്കാത്തവനും ഒരേപോലെ മാർക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും പഠിക്കാൻ തയ്യാറാവോ? ഇല്ല. അത് തന്നെയാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് എല്ലാവരും ഈക്വാളിറ്റിയാണ്. ഈക്വാളിറ്റി നല്ലതാണ്, പക്ഷേ അത് സമൂഹത്തെ മടിയന്മാരാക്കി തീർക്കുന്നൊരവസ്ഥയിലേക്ക് അത് വരും. അതായത് ഗവൺമെൻറ് എല്ലാ നിയന്ത്രണങ്ങളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റാണ് എല്ലാവരും നിയന്ത്രിക്കുന്നത്. അതാണ് സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത. ദെൻ മൂന്നാമത്തേതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കോണമി. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സംയുക്ത ഫോമാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്തത്തിൻ്റെ നല്ല വശങ്ങളും അതുപോലെ സോഷ്യലിസത്തിൻ്റെ നല്ല വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥ. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു കൺട്രോളിങ് അതോറിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ നല്ലൊരു രീതിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലാസ് റൂമിൽ നിൽക്കുമ്പോൾ, ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട്, കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും അത് കേട്ടിരിക്കുകയും അതിനനുസരിച്ചിരിക്കുകയും ചെയ്യുക. അതല്ലാതെ ടീച്ചർ ജസ്റ്റ് വന്ന് നിൽക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിലില്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു അതോറിറ്റിയുണ്ട്. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപ്പാദനോപാധികളെയും നിയന്ത്രിക്കുന്നത് ആരൊക്കെ കൂടിയാണ്? സ്വകാര്യ വ്യക്തികളും ഒപ്പം തന്നെ ഗവൺമെൻറ്റും കൂടിയിട്ടാണ് നിശ്ചയിക്കുന്നത്. അവിടെ വില സംവിധാനത്തിലൂടെയും ഒപ്പം തന്നെ ഗവൺമെൻറ് അതോറിറ്റിയുമാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതാണ് 3 സമ്പദ് വ്യവസ്ഥകൾ. ഉൽപ്പാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ 3 സമ്പദ് വ്യവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. ഒപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റുകൾ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അതല്ല ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.